കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. ആലത്തൂർ കോപ്പറേറ്റീവ് ഹൌസിംഗ് സൊസൈറ്റിയിൽ ചേർന്ന വാർഷിക ജനറൽ ബോഡി യോഗം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസ് വേലിക്കാട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ എവിടെ 7 കൊല്ലം സെയിൽസ്മാൻമാരായാലും അവർക്ക് ലൈസൻസി കടം വേണ്ട എന്ന് പറഞ്ഞാൽ സെയിൽസ്മാൻ കൊടുക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വേതനമാണ്, നിങ്ങൾക്ക് ഈ സെയിൽസ്മാൻമാർക്ക് വേതനം കൊടുക്കണം നിർബന്ധമായിട്ടും. മിനിമം ഒരു ചുരുങ്ങിയ പൈസ ഒന്നും വേണ്ട, ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് എന്ത് കിട്ടും അത് കൊടുക്കട്ടെ, അത് കൊടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ റേഷൻ വ്യാപാരികൾക്കൊപ്പം തന്നെ സെയിൽസ്മാൻമാരുടെ കാര്യവും പറഞ്ഞ് കൃത്യമായി സംഘടന മുന്നോട്ട് പോകുന്നുണ്ട്. അതെല്ലാം തന്നെ ഒരു ഗവൺമെന്റിന്റെ ഒരുപാട് പ്രശ്നങ്ങളുടെ സാമ്പത്തിക പ്രശ്നം വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നമ്മൾ നീണ്ട സമരങ്ങൾ അതിനുവേണ്ടി ഇനിയും ചെയ്യേണ്ടി വരും. ഒരു സുപ്രഭാതത്തിലോ ഈ ബഹുമാനപ്പെട്ട ഈ ഭക്ഷ്യമന്ത്രിയെ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രതീക്ഷയൊന്നും നമുക്കില്ല. എങ്കിൽ പോലും ഒട്ടനവധി കാര്യങ്ങൾ 2 മാസത്തെ കഴിഞ്ഞപ്പോ 2 മാസം കഴിഞ്ഞില്ലേ, ഇത് 3 തീയതി വേതനം കിട്ടാൻ എത്രയും നമുക്ക് കിട്ടണ പൈസ വേഗം അടക്കാൻ TSOമാരും എല്ലാവരും ഇപ്പോ ഘോരഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കിറ്റ് കമ്മീഷണർക്കാരും ശിവകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും മുഴുവൻ സംഘടനകളും പറഞ്ഞു ഈ കിറ്റ് കമ്മീഷൻ കിട്ടില്ല. ഞങ്ങൾ പ്രസംഗിച്ച മുഴുവൻ സ്ഥലത്തും പറഞ്ഞു കിറ്റ് കമ്മീഷൻ ഞങ്ങൾ വാങ്ങിത്തരും. കിട്ടിയപ്പോ പറയല്ല, കിട്ടുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ആലത്തൂര് വന്നിട്ടും നമ്മളെ എനിക്ക് തോന്നുന്നു അന്ന് ആ വലിയൊരു കൺവെൻഷൻ സെന്റർ അവിടെയാണ്, അപ്പുറത്തെ ഒരു ഓഡിറ്റോറിയം, അതിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കിറ്റ് കമ്മീഷൻ കിട്ടും. നമ്മൾ കോടതിയിൽ പോയപ്പോൾ ശിവകൃഷ്ണൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആറാക്കി തന്നു. എന്താ ഗവൺമെന്റ് പറഞ്ഞ കോടതി പറഞ്ഞു ആറാക്കി കൊടുക്കാൻ, അത് തന്നു. അതന്നെ വലിയ നമുക്ക് അച്ഛനും ഭാര്യ ഒരാൾക്ക് എനിക്ക് കിട്ടാൻ. വീണ്ടും നമ്മൾ കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ എത്ര കേസ് നടത്തി. എന്തായാലും അവസാനം ഗുണം റേഷൻ വ്യാപാരികൾക്ക് തന്നെയായി മാറി. അതിൽ കേരളത്തിൽ ആദ്യമായി നമ്മുടെ സംഘടന കൊടുത്തത് ആലത്തൂർ പാലക്കാട് ജില്ലയിൽ 17 ലക്ഷമാണ് വന്നത്. താലൂക്ക് പ്രസിഡന്റ് കെ ശിവദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എം രാധാകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ വി അജിത് കുമാർ മുഖ്യാതിഥിയായി. മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് CH റഷീദ്, മണ്ണാർക്കാട് താലൂക്ക് സെക്രട്ടറി സുന്ദരൻ, പ്രസിഡന്റ് P രാമചന്ദ്രൻ, ആലത്തൂർ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ശുഭരാജ്, AK രാജൻ എന്നിവർ പ്രസംഗിച്ചു. താലൂക്ക് സെക്രട്ടറി എം രാധാകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.